ചൊല്ലുമേ കാലങ്ങൾ തോറും, കേവലം ചൊല്ലുമേ കാലങ്ങൾ തോറും. ദിവ്യരാജാ നിന്നെ വാഴ്ത്തും, നിൻ പ്രതാപത്തിൻ മഹത്വം തിങ്ങും വൻബഹുമാനത്തെ ഊന്നിയുരയ്ക്കും. നിൻ പ്രതാപത്തിൻ മഹത്വം ഉണ്മയായി നിൻ അത്ഭുതങ്ങളോടെങ്ങും, ഉണ്മയായി നിൻ അത്ഭുതങ്ങളോടെങ്ങും. പൊങ്ങും നിൻ ശക്തിയും തേജസ്സുമോതും, പൊങ്ങും നിൻ ശക്തിയും തേജസ്സുമോതും. ദിവ്യരാജാ നിന്നെ വാഴ്ത്തും. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിടരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ എല്യോൻ, അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം, നീ മാത്രം മതി എനിക്ക്.
എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഓർത്താൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പിവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പിവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയം നമുക്ക് ഈ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കഴിഞ്ഞ ഒരു പകലിന്റെ മണിക്കൂറുകളിൽ ദൈവത്തിന്റെ കരുതൽ നമുക്ക് അനുഭവപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് സന്ധ്യാസമയം നമുക്ക് ഈ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് അല്പസമയമായിരിക്കുവാനും തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാവകാശത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയായിട്ട് സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യേ എന്നും പ്രിയ സഹോദരൻ ES തോമസ് ഇടയാറന്മുള കടന്നു വന്നിട്ടുണ്ട്. പ്രിയ ദാസൻ ഇന്ന് നമ്മോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരൻ സ്റ്റാൻലി അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കും. പ്രിയദാസനെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ പ്രിയ സഹോദരൻ നിതിൻ ഇന്ന് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സഹോദരൻ പുല്ലൂർ അസംബ്ലിയിലുള്ള ഒരു സഹോദരനാണ്. പ്രിയ സഹോദരനെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇന്നത്തെ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രിയ സഹോദരൻ സാംജി നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. Let us look to the Lord in prayer. Our Lord, our loving Heavenly Father, we thank thee and praise thee for this wonderful evening time you've given us, Master, that we will come to your presence in this manner, to sit at your feet, to hear from your word. Our Lord, as we remembered, you had kept us safe and you kept guided us, and you kept us safe under your wings for the past few days, and we thank thee and praise thee that we could gather in this manner, Master. We thank thee that you are our strength and our guide, as you had promised in your word, to be strong and of good courage. We should not be afraid or dismayed, for Lord is our God and he is with us. Yes, O Lord, we as a church, as individuals, we have experienced your grace and your favor in our lives, and we thank thee and praise thee for all your abundance of blessings that we have received, O Master. We remember our church at this time. We remember each and every believer in this assembly. We pray that your unction and grace be upon us. We thank thee and praise thee that we could gather in this manner to hear from your word. We thank thee and praise thee, even though we are unable to meet physically. You have given us this platform through which we can gather and hear from your word. We thank thee and praise thee that you have brought your servant amongst us. Lord, we pray that you may fill him with the Spirit, and that each and every word he expounds, when he expounds from the word, each and every word he speaks, that may bring glory to your name. We remember our brother who is also handling the translation. Lord, we pray that you may give him the right words, Master. We at this time thank thee and praise thee also for Brother Nitin, who is amongst us at this evening time. We thank thee and praise thee that you have brought him to our presence. So Lord, help this meeting to be a blessing, and also be a blessing for our spiritual edification, we pray. Continue to fill us with your grace, your anointing and power. We pray that your hand be upon from the very start to the very end of this meeting. Lord, help us to purify ourselves when we hear from your word, that you may cleanse us and fill us with your Spirit, guiding us through each and every day of our lives, O Master. Lord, we pray that we not only be hearers of their word, but also doers, and we may conform to become like our Savior. Continue to bless us and guide us. We pray that your hand be upon this meeting. Continue to guide us and guide us, we pray. We ask all this in the mighty and powerful name of our Lord and Savior, Jesus Christ. Amen. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മള് പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ നമുക്കിന്ന് വിവിധ സ്ഥാനങ്ങളിലായിരുന്നുകൊണ്ട് നമുക്ക് സൂമിന്റെ സഹായത്താൽ നമുക്കിന്ന് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം സാവകാശങ്ങളെ ഒരുക്കി. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമുക്ക് ഈ നിലയിലാണ് കൂടുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ വചനത്തിന് അതിരുകളില്ല. അത് നമുക്ക് വിവിധ നിലകളിൽ ദൈവം നമുക്ക് നൽകിത്തരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മള് പ്രിയ സഹോദരൻ ES തോമസ് കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ മധ്യയെ ഒരാഴ്ചക്ക് മുമ്പുള്ള ബുധനാഴ്ച നമ്മുടെ മധ്യയെ കടന്നു വരികയും വചനം ശുശ്രൂഷിക്കുകയും ചെയ്തു. ഇന്ന് അവിചാരിതമായിട്ടാണ്, എങ്കിലും ദൈവത്തിന്റെ പദ്ധതി ഈ നിലയിലായിരുന്നു. ദൈവം നമുക്ക് പ്രിയദാസനെ നമ്മുടെ മധ്യ അയക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമായി. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. പ്രിയദാസന് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മധ്യയെ ജബലാലി അസംബ്ലിയിലും കടന്നു വന്ന് ശുശ്രൂഷിക്കുവാനും തന്റെ ശുശ്രൂഷ നമുക്ക് അനുഭവിക്കാനും ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. വരുന്ന നാളുകളിലും പ്രിയദാസനെ ദൈവം സഹായിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേക പ്രാർത്ഥന ഓർക്കാം. നമ്മ ഒരു വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന യെശയ്യാപ്രവചനം 59 അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ നമ്മ ഈ നിലയിൽ വായിക്കുന്നു. യെശയ്യാപ്രവചനം 59 അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്.
നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഞാൻ ഈ വാക്യം വായിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രിയദാസിൽ നിന്ന് എബ്രായ ലേഖനത്തിൽ നിന്നുള്ള 5 മുന്നറിയിപ്പുകൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ആ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ കടന്നു വന്ന ഒരു വാക്യമായിട്ടാണ് ഞാൻ ഈ വാക്യം വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്ക് നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവ് നമ്മളെ കാലാകാലങ്ങളിലായിട്ട് നമ്മളെ വിളിക്കുകയും വേർതിരിക്കുകയും അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നുകയും ചെയ്തു. നമുക്ക് നമ്മുടെ രക്ഷിക്കുവാനായിട്ട് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ പിതാവാം ദൈവം നമ്മളോട് കാണിച്ച കരുണ നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം ഇന്നും നമുക്ക് ഇടയാവട്ടെ. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്ത പോലെ നമുക്ക് വിവിധമായിട്ടുള്ള മുന്നറിയിപ്പുകൾ വലിയവനായ ദൈവം നമുക്ക് തിരുവചനത്തിൽ കൂടെ നമുക്ക് നൽകി തരുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിച്ചാൽ ഉണ്ടാകുന്ന അതിന്റെ ഭവിഷ്യത്തുകൾ അത് വളരെ വലുതാണ് എന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് പ്രിയദാസനോട് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. നമുക്ക് പാപത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കുകയുണ്ടായി. നിരന്തരമായിട്ട് പാപം ചെയ്താൽ നമുക്ക് മുന്നിലുള്ള ആ അപകടം എന്താണ് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. നമുക്ക് പലപ്പോഴും ദൈവത്തോട് അടുക്കുവാനായിട്ട് നമുക്ക് കഴിയാതെ വരുന്നതിന്റെ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള പാപം മൂലമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പാപത്തെ ജയിക്കുവാനായിട്ട് നമുക്ക് ഒരു ദൈവ പൈതലിന് സാധ്യമായി തീരണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്ത പോലെ കഴിഞ്ഞ 5 മുന്നറിയിപ്പുകൾ നമുക്ക് കേൾക്കുകയുണ്ടായി. ദൈവ വചനത്തിൽ നിന്ന് വഴുതി മാറി പോയാൽ ഉണ്ടാകുന്ന അപകടം അത് വളരെ വലുതാണ്. കർത്താവ് തന്റെ രക്തം തന്നെ നമുക്ക് നൽകി നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച് ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് വഴുതി മാറി പോകാനായിട്ട് ഇടയാവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതാണ് നമുക്ക് ഇന്ന് രാത്രിയിൽ നമുക്ക് ഓർക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന കാര്യം എന്നുള്ളത്. നമുക്ക് നിരന്തരമായിട്ട് തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് തിരുവചനം വായിക്കുന്നുണ്ട്. എന്നാൽ ആ തിരുവചനം ആ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. അതിന് പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ട ആവശ്യകതയുണ്ട്. പ്രാർത്ഥനയോടെ ഈ തിരുവചനം ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ നമുക്ക് ഈ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കഠിനപ്പെടുത്താതെ നമുക്ക് ആയിരിക്കുവാനായിട്ട് കഴിഞ്ഞാൽ വലിയവനായ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ചിന്തകൾ അത് നമ്മുടെ ഹൃദയത്തിന് അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് പ്രയോജനകരമായി തീരുവാൻ തക്കോണം ഇടയായി തീരേണ്ടതാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയേണ്ട വസ്തുത എന്നുള്ളത്. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവദാസൻ നമ്മുടെ മധ്യയെ കടന്നു വരികയും ദൈവവചനം നമ്മോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കഠിനപ്പെടുത്തുവാനായിട്ട് ഇടയാവാതെ നമുക്ക് മുൻവിധികളൊന്നുമില്ലാതെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് ഇടയായിത്തീരേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയായിത്തീരണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വസ്തുത എന്നുള്ളത്. നാം കേൾക്കുന്ന വചനം നമുക്കത് നിരാകരിക്കുവാനായിട്ട് ഇടയായിത്തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ ഓർക്കുകയുണ്ടായി. യേശാവിന്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ നമ്മ കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ദൈവ കൃപയെ യേശാവ് അലക്ഷ്യമാക്കി കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ ഭവിഷ്യത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നാമും വ്യത്യസ്തരല്ല. നമുക്കും ദൈവം കൃപ നൽകി ദൈവം നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ദൈവ മക്കളാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ദൈവ കൃപയെ അലക്ഷ്യമാക്കി തീർക്കുവാനായിട്ട് ഇടയാവാതെ ദൈവ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് വീണ്ടും സംസാരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് സന്ധ്യാസമയം ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയദാസന്മാരെ ശുശ്രൂഷിക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. വരുന്ന 1 മണിക്കൂർ സമയം നമുക്ക് വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ടുള്ള സമയമാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ സോറൻ സ്റ്റാൻലി നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
Shall I start? Yes, Uncle, you can go on. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹവന്ദനം. Greetings to all in the precious name of our soon coming Lord and Savior Christ. ഇന്ന് രാത്രിയിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ് ചില ആത്മീക പാഠങ്ങൾ നാം പഠിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Tonight we shall be learning from the epistle of Paul according to the Philippians and from few thoughts from this particular book. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുള്ള 13 ലേഖനങ്ങൾ, എബ്രായ ലേഖനം കൂടി അദ്ദേഹമാണ് എഴുതിയെങ്കിൽ 14 ലേഖനങ്ങളിൽ ഒരു ചെറിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. We know that the epistle of to the Philippians is one of the smallest epistles which are written by Paul among the 14 that he has written. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായമാണ് ഈ ലേഖനത്തിന്റെ ചരിത്ര പശ്ചാത്തലം. The context or the historical background of this particular letter is from Acts chapter 16. പൗലോസിന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ പൗലോസും ശീലാസും മറ്റും യൂറോപ്പിലെ ആദ്യ സുവിശേഷീകരണത്തിന്റെ പഠനമായ ഫിലിപ്പിയായി എത്തിക്കുകയാണ്. And we find here that Apostle Paul and Silas, they are going for the first missionary journey to this place of Philippians. അവിടെ ചെയ്ത സുവിശേഷ പ്രഭാഷണങ്ങളാൽ 3 വ്യക്തികൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന ഈ പ്രവൃത്തി 16 നമ്മൾ വായിക്കുന്നു. And here we find that through the missionary work there were 3 persons who came to know the Lord Jesus Christ. ഒന്ന്, ആ പട്ടണത്തിലെ രക്താംബര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീരത്നമായിരുന്നു. First, it was a certain slave girl who was possessed of the spirit divination, and it was the first girl who was accepted the Lord Jesus Christ there. രണ്ടാമതായി വെളിച്ചപ്പാട് ലക്ഷണം കൊണ്ട് യജമാന്മാർക്ക് ലാഭം ഉണ്ടാക്കി വന്ന ഒരു ദേവദാസി പെൺകുട്ടി രക്ഷിക്കപ്പെടുന്നതായി നാം അധ്യായത്തിൽ വായിക്കുന്നു. And furthermore, we find here about a slave girl who was brought by her master, and she was helping in the fortune telling. Yes, she was a temple prostitute. അപ്പൊ അങ്ങനെയുള്ള ഒരാള് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. And she was a temple prostitute, and she came to know the Lord Jesus Christ. ഈ 2 സ്ത്രീരത്നങ്ങൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പട്ടണത്തിൽ വലിയ കലക്കമുണ്ടായി. And when these 2 women came to know the Lord Jesus Christ, the entire city was in turmoil. പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗൃഹത്തിലാക്കി നമ്മൾ വായിക്കുന്നു. And we find that both Apostle Paul and Silas were cast into the prison. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന്റെ അത്ഭുതകരമായ വിടുതൽ അനുഭവിക്കുകയും ചെയ്തു. And here we find that both Apostle Paul and Silas, as they were cast into prison in the night time, they praised the Lord. ആ ബന്ധത്തിലാണ് കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായത്. And in accordance with that, we find both the jailer and his family also accepted the Lord Jesus Christ. അങ്ങനെ 3 പ്രത്യേക വ്യക്തികളുടെ മാനസാന്തരം തുടർന്നാണ് ഈ പട്ടണത്തിൽ ഒരു ക്രിസ്തീയ സഭാ സാക്ഷ്യം സ്ഥാപിതമാകുവാൻ ഇടയായത്. And we find here that the Christian church was established according to this. പൗലോസ് കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ റോമൻ കാരാഗൃഹത്തിലേക്ക് മാറ്റപ്പെട്ടു. And we find after that Apostle Paul also was taken away to the Roman prison. അദ്ദേഹം റോമിൽ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം 4 പ്രത്യേക ലേഖനങ്ങൾ സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്. Can you hear me? അദ്ദേഹം റോമൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് ചില ലെറ്റേഴ്സ് ചില സഭകൾക്കും ഒരു വ്യക്തിക്കും എഴുതായിട്ട് വായിക്കുന്നു. And we find here that as he was in the Roman prison, he also written a few letters. എഫേസ്യ, ഫിലിപ്പിയ, കൊലോസ്യ ലേഖനങ്ങൾ ഈ റോമൻ കാരാഗൃഹത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. And we find that the Ephesians and the Romans were written from while he was in the prison. ഈ ലേഖനം എഴുതുന്നതിനും ഒരു മുഖാന്തരമുണ്ട്. And also there is a reason behind writing all these letters. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ
ഞാൻ യുവോധുകയും സിന്ധുകയും പ്രബോധിപ്പിക്കുന്നു. And we find here that that you should be constrained in the Lord. That is why I'm writing these letters to you. ഈ സ്ഥലസഭയിൽ ആ സഭയുടെ പ്രാദേശിക സന്തോഷം ഹനിക്കുന്നതിന് കാരണമായി തീർന്ന 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് വേദചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. And also we find that there were 2 sisters in this church during those time. ഒരു പക്ഷെങ്കിൽ അത് ഈ ലുദിയായും ഈ മാനസാന്തരപ്പെട്ട ഈ വെളിച്ചപ്പാടത്തി പെൺകുട്ടിയും ആയിരിക്കാൻ സാധ്യതയുണ്ട്. Maybe it could have been that it was Lydia as well as this girl who was into the fortune telling who came to know the Lord. നഷ്ടപ്പെട്ട സന്തോഷം മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ചെറുലേഖനത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം. And the whole purpose of this small epistle is that they should find that happiness which was lost. ആ ഉദ്ദേശത്തോടെ പൗലോസ് കാരാഗൃഹത്തിൽ നിന്ന് ഫിലിപ്പിയിലെ സഭയ്ക്ക് മനോഹരമായ ഈ ലേഖനം എഴുതി. And we find there that in context to this, he has written the letters to the saints in Philippines. ആവർത്തിച്ച് സന്തോഷിപ്പീൻ, സന്തോഷിക്കുക, സന്തോഷം ഈ പദസമുച്ചയങ്ങൾ ഈ 4 അധ്യായങ്ങളിൽ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. And throughout we can find that there is a call to rejoice, and we find throughout the letters. എന്നാൽ ഈ പുസ്തകത്തിന്റെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനസ്സ് എന്നുള്ളതാണ്. However, we find that the whole central point is about the heart of Jesus Christ. The mind of Christ, ക്രിസ്തുവിന്റെ മനസ്സ്. The mind of Jesus Christ. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. Also we find here that there is a saying like this, that let this also be in mind in you which was in Christ. ഈ വാക്യമാണ് ഈ 4 അധ്യായങ്ങളുടെ പുസ്തകത്തിന്റെ താക്കോൽ വാക്യം. And we find here that this is the verse mentioned in the scriptures. ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 അധ്യായത്തിലൂടെ ഒരു പരിവേഷണമാണ് ഇന്ന് രാത്രിയിൽ നാം ദൈവസ്ഥൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. And this is what is been mentioned or we shall look upon from this book tonight. ക്രിസ്തുവിന്റെ മനസ്സ് എന്നുള്ള അടിസ്ഥാനപരമായ വിഷയം. And this is the whole subject about the mind of Christ. 4 അധ്യായങ്ങളിൽ 4 വ്യത്യസ്ത മനസ്സിനെ കുറിച്ച് അപ്പോസ്തലൻ എഴുതുന്നു. And here we find the 4 different aspects of the mind of Christ. 1-ാം അധ്യായത്തിൽ ഏക മനസ്സ് എന്നുള്ളതാണ് വിഷയം. And we find here that the first point is about the singleness of the mind of Christ. Single mind. 2-ാം അധ്യായത്തിൽ സമർപ്പണ മനസ്സ് എന്നുള്ള വിഷയമാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. And the second one is of the submissive mind. 3-ാം അധ്യായത്തിൽ ആത്മീക മനസ്സും അതിന്റെ ലക്ഷണങ്ങളും അദ്ദേഹം പറയുക. And the third thing is of the spiritual mind and its indication. 4-ാം അധ്യായമാകട്ടെ സംതൃപ്തിയുള്ള മനസ്സിനെ അദ്ദേഹം വിശദീകരിക്കുന്നു. And the fourth is of a mind which is full of contentment. അങ്ങനെ ക്രിസ്തുവേശുള്ള ഭാവത്തിന്റെ ചതുർവിധമാകുന്ന സ്വഭാവങ്ങൾ ഈ 4 അധ്യായങ്ങളിൽ കൂടി പരിശുദ്ധാത്മാവ് പൗലോസ് മുഖാന്തരമായി നമുക്ക് നൽകുകയാണ്. And through Apostle Paul, it has been mentioned about the 4 minds, mind of Christ, the aspects of that. ഏക മനസ്സ്, the one is singleness of mind. സമർപ്പണ മനസ്സ്. Second is submissive mind. ആത്മീക മനസ്സ്. The third is of the spiritual mind. സംതൃപ്തിയുള്ള മനസ്സ്. And the fourth is of the content mind. 1-ാം അധ്യായത്തിൽ ഏക മനസ്സിനെ അദ്ദേഹം വിശകലനം ചെയ്യുക. The first mind is being mentioned in chapter 1. 1-ാം അധ്യായത്തിന്റെ 3 മുതൽ അതിന്റെ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ഏക മനസ്സിന്റെ ത്രിവിധമാകുന്ന ലക്ഷണങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. And here we find about this in chapter 1 verses 3 to 7 we find about the first mind which is mentioned here. ഏക മനസ്സിന്റെ 3 പ്രത്യേക ഭാവങ്ങൾ, the 3 aspects of the singleness of mind. അതായത് ഏക മനസ്സുള്ളവരായി നാം ക്രിസ്തുയേശുവിൽ നിന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും എന്നാണ് ഇതിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ വിവരിക്കുന്നു. And if we are able to stand in that singleness of mind, what would be the benefits to us is what has been mentioned here. ഇത് ഫിലിപ്പിയിലെ വിശ്വാസികളെ സംബന്ധിച്ച് മാത്രമല്ല, and it is not only about the saints in Philippines. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ് വരെ ഭൂമിയിലാക്കപ്പെടുന്ന സഭാവിശ്വാസികൾക്ക് എല്ലാവർക്കും ഏക മനസ്സുള്ളവരായി തീർന്നാൽ സാധിക്കാവുന്ന 3 പ്രത്യേക ഭാവങ്ങൾ.
And this is about what would happen about even those saints who are having that singleness of mind. ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത് പറയുന്നു അവർക്കുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ. And first is we find here about the fellowship of the gospel. രണ്ടാമത് പറയുന്നത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. Second is about the spreading of the gospel. Furtherance of the gospel, അതായത് അഭിവൃദ്ധി. മൂന്നാമത് വായിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടിയുള്ള പ്രതിവാദം. And third is about the championing of the gospel. അപ്പൊ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഓർത്തിരിക്കാൻ കഴിയും വിഷയം അവിടെ ഒന്നാം അധ്യായത്തിലെ പ്രതിവാദന വിഷയം ഏക മനസ്സിന്റെ ത്രിവിധ ഭാവങ്ങൾ. ഒന്ന് ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ, രണ്ട് ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, മൂന്ന് ഫൈറ്റ് ഫോർ ദി ഗോസ്പൽ. And it is very easy to remember. First is about the furtherance of the gospel, the faith in the gospel, and the third aspect is about the fight for the gospel. നാലാം വാക്യം നോക്കുമ്പോൾ ഇത് വായിക്കുന്നു, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം. അതാണ് ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ പറയുന്നത്. The first is about the aspect of the fellowship of gospel mentioned in chapter 1 and verse 4. Always in every prayer of mine, making request for you all with joy. അവിടെ വായിക്കുകയാണ്, ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷത്തിൽ നിങ്ങൾക്ക് എന്നോടുകൂടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. And what we read here is that for your fellowship in the gospel from the first day till now, that is what we read here. ഫിലിപ്പിയിലെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട ആദ്യ ദിവസം മുതലേ സുവിശേഷത്തിന്റെ കൂട്ടായ്മ ഉള്ള വിശ്വാസികളായിരുന്നു. We find here that since the time the saints in the Philippians came to know the Lord, they were having that good fellowship. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സർവദാ തയ്യാറായ വിശ്വാസികളായിരുന്നു ഫിലിപ്പിയിലെ വിശ്വാസി. And we find here that the saints were very ready to work for the Lord when they came to know of His glorious gospel. പുതിയ നിയമത്തിൽ സുവിശേഷീകരണത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വേർതിരിച്ച ആളുകളാണ് സുവിശേഷകന്മാർ. We know that it is the evangelists who have been called for the furtherance of the gospel. എഫേസ്യ ലേഖനം 4:8 നാം അത് വായിക്കുന്നു. And Ephesians chapter 4 and verse 8 is that what we അവൻ read. ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേശകന്മാരുമായും നിയമിച്ചിരിക്കുന്നു. And there we read that some have been called as apostles, some have been called as teachers, as pastors and evangelists. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, തെറ്റായ ഒരു ധാരണ പലപ്പോഴും വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നു. However, one thing we need to understand is that sometimes there can be a misconception in our mind. സുവിശേഷീകരണം സുവിശേഷകന്മാരുടെ മാത്രം കർത്തവ്യമാകുന്നു എന്നുള്ളതൊക്കെ ചിന്തയാണ്. And we many times have this that it is the only duty of the evangelist to spread the gospel. അങ്ങനെ അല്ലെന്നാണ് ഈ ഒന്നാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. And here Apostle Paul says that is not what it means. രക്ഷിക്കപ്പെട്ട ആദ്യ ദിവസം മുതലേ സുവിശേഷം അറിയിക്കുന്ന ശുശ്രൂഷയിൽ പൗലോസിനോട് കൂടെ കൂട്ടായ്മയുള്ള വിശുദ്ധന്മാരായിരുന്നു ഫിലിപ്പിയിലെ വിശ്വാസി. And we find that since the time they were saved, the saints in Philippians had a great responsibility in working together with Apostle Paul for spreading of the gospel. അതിന്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. And we find here that in verse 4, verse 6, we find that he who has begun a good work in you will complete it till the day of Jesus Christ. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അത് ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. What it signifies here is about the furtherance of the gospel. നമുക്ക് സുവിശേഷത്തിലെ കൂട്ടായ്മ അനിവാര്യമാണ്. And we know that fellowship in the gospel is what is required. അപ്പോൾ തന്നെ സുവിശേഷം അഭിവൃദ്ധിപ്പെടുത്തുന്ന ശുശ്രൂഷയും നമുക്കുള്ളതാണ്. At the same time, there is also a responsibility for the furtherance of the gospel. ഈ പ്രവൃത്തി നമ്മൾ ആരംഭിച്ചത് യേശുക്രിസ്തുവാണെന്നാ പറയുന്നത്. And it is Christ who has first established that act in us. നമ്മള് ഒരു സ്ഥലത്ത് ഒരു സഭയായിരുന്നാൽ, when we are here as a church in a place, ആ പ്രാദേശിക സഭയുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷത്തിന്റെ പ്രകാശം, അതായത് ദീപശിഖ അറിയിക്കുക, പ്രകാശിപ്പിക്കുക എന്നുള്ളത് ആ പ്രാദേശിക സഭയുടെ ചുമതലയാണ്.
And it is the responsibility of that local church to spread the gospel around the locality of the church. എല്ലാ വിശ്വാസികളും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ സുവിശേഷത്തിന്റെ ആ ഫർദറൻസിൽ അല്ലെങ്കിൽ അതിന്റെ അഭിവൃദ്ധിക്ക് ഭാഗവാക്കുകളായിരിക്കണം എന്ന് ദൈവവചനം പറയും. And here the word of God clearly reminds us that all brothers and sisters must be a partaker in that furtherance of the gospel. അതിന് പ്രചോദനമായി പൗലോസ് പറയുകയാണ്, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ സുവിശേഷ പ്രവർത്തനത്തിന്റെ അഭിവൃദ്ധിക്കായുള്ള അധ്വാനം സമാരംഭിച്ചത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ വരവ് വരെയും കർത്താവ് അത് നിങ്ങൾ മുഖാന്തരമായി തുടർന്നുകൊണ്ടിരിക്കും എന്നാണ്. And here he says like this to the saints, that he who has begun a good work in you will complete it until the day of Jesus Christ. So as an encouragement, വിശ്വാസികൾക്ക് സുവിശേഷത്തിന്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയിലും അവർ പങ്കാളികളായിരുന്നു. And also the saints in the Philippians, they had a fellowship in the gospel as well as they were engaged in the furtherance of the gospel. 7-ാം വാക്യത്തിൽ മറ്റൊരു കാര്യം പറയുകയാണ്. One more thing he reminds in verse 7. കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെ ഒക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ത്രീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. സുവിശേഷത്തിന്റെ പ്രതിവാദം. Verse 7 reads like this: just as it is right for me to think this of you, because I have in you my heart, inasmuch as both in my chains and in the defense and confirmation of the gospel, you all are partakers of me of grace. സുവിശേഷത്തിന്റെ പ്രതിവാദനം. And here we find that they are fighting for the gospel. അതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. And that also is something which is very required in our life. ഇന്ന് പകല് ഞാൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്കിലാണ്. Today morning I delivered a message on the Facebook. നമ്മുടെ കോട്ടയ ആസ്ഥാനമായി സ്വർഗീയ വിരുന്ന് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. And we find that there is an organization called Heavenly Feast, or based out of Kottayam. ആയിരങ്ങൾ പതിനായിരങ്ങൾ ആ സഭയുടെ അംഗങ്ങളാണ്. And we know that tens and thousands are members of the church. അവിടെ വരുന്ന ആളുകളെല്ലാം കടഭാരമുള്ളവർ, ഞെരുക്കമുള്ളവർ, സാമ്പത്തിക ആവശ്യം ഉള്ളവർ, അവർക്കൊക്കെ യേശു അതിശയം പ്രവർത്തിക്കുന്നതായിട്ട് അവിടെ സംഘം നടക്കും. And what is being propagated there is that those who are marginalized in the society, those who are shopkeepers, God is making a miracle in their life. ആ സംഘടനയിലെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ മകന് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കൊടുത്തു. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. And we find that organization's founding member's son gave a message last week, and that is becoming very viral. അദ്ദേഹം അവിടെ കൂടി വരുന്ന വിശ്വാസികൾ പറയുകയാണ്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഫണ്ട് റിലീസ് ചെയ്യുന്നു. And he says like this, that in the name of Jesus Christ, I'm going to release fund into your bank account. യേശുവിന്റെ നാമത്തിൽ അക്കൗണ്ടിലേക്ക് പൈസ വരിക, ഓട്ടോമാറ്റിക്കായി വരികയാണ്. And in the name of Jesus Christ, automatically money is transferred to the account. ഇതിനെ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നാണ് വിളിക്കുന്നത്. And it is also called as the prosperity gospel. അഭിവൃദ്ധിയുടെ സുവിശേഷം, അതായത് പ്രോസ്പെരിറ്റി ഗോസ്പൽ. Prosperity gospel. പ്രോസ്പെരിറ്റി ഗോസ്പൽ ഗോസ്പൽ അല്ല. Prosperity gospel is not a gospel at all. അഭിവൃദ്ധിയുടെ സുവിശേഷം സുവിശേഷമല്ല. It is not a gospel of prosperity. അത് വേറൊരു സുവിശേഷമാണ്. That is another gospel. അതിന് വേദപുസ്തകം പറയുന്ന അലോൺ ഇവാഞ്ചലിയോൻ, അനദർ ഇൻ ദ സെയിം കൈൻഡ് എന്നാണ്. The word of God says about this is that alone ilion, it is another of kind. കണ്ടാൽ അതുപോലെ ഇരിക്കും. In resemblance, it will be same, എന്നാൽ അതല്ല. but it is not that. മഹാരാഷ്ട്രയിലെ ബോംബെയിൽ ഉല്ലാസ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. And in Maharashtra, there is a place called as Ullas Nagar. ആ ഉല്ലാസ് നഗറിൽ ചെന്നിട്ടുള്ള ആളുകൾക്ക് മെയ്ഡ് ഇൻ USA ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടത്. And in Ullas Nagar, you get a lot of products which are made in USA. അമേരിക്കയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ താല്പര്യവും. And when we think like this, ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് ഈ USA പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്, പല പ്രൊഡക്റ്റുകളാണ്. And many people have gone there and bought products of USA. വളരെ ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള പല സാധന സാമഗ്രികൾ അവിടെയുണ്ട്. And many glittering items can be found there. അതായത് മെയ്ഡ് USA എന്ന് എഴുതിക്കുന്ന നടുക്ക് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് കൊണ്ട് വായിച്ചാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ബൈ ഉണ്ട്. മെയ്ഡ് ബൈ USA ആണ്. If you look into the magnifying glass, you will find that it is written that it is made by USA. അത് USA സാധനമല്ല, യുണൈറ്റഡ് സിന്ധി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന മാനുഫാക്ചർ ചെയ്യുന്ന സാധനം.
And it is not the other USA, but it is United India Association which makes it. USA-യുടെ പ്രൊഡക്റ്റ് ആണെന്ന് വിശ്വസിക്കാൻ ആളുകൾ വാങ്ങുന്നു. And many people believe that it is a product of USA. ഇതുപോലെയാണ് ഈ സമൃദ്ധിയുടെ സുവിശേഷം. And it is in the same way that it is the gospel of prosperity. വേദപുസ്തകത്തിലെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവാണ്. And in the scriptures, the gospel is Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, അടക്കം, പുനരുദ്ധാനം, സ്വർഗാരോഹണം, പുനരാഗമനം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് പാപികളെ അറിയിക്കുന്ന സന്ദേശമാണ് വേദപുസ്തകത്തിലെ സുവിശേഷം. And the gospel, according to the scripture, is one that talks about the birth of Jesus Christ, his life on the earth, the death of Jesus Christ, and the resurrection. ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിക്കാത്ത യാതൊന്നും സുവിശേഷമാണ്. And if that is, all these aspects are not captured, then that is not gospel at all. അല്ലാത്ത ഏതിനെയും മറ്റൊരു സുവിശേഷം എന്നാണ് വേദപുസ്തകം വിളിക്കുന്നത്. If there is anything else, then it is another gospel. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വക ആശയങ്ങളെ കണ്ണിക്കേണ്ടതായി വരും. And if that is the base, if that is the case, then all these such gospels have to be discarded. ഇന്ന് രാവിലെ ഞാൻ ആ ഉപദേശത്തെ കണ്ണിച്ചു. And today morning I was able to disregard that. ഒരു മണിക്കൂറിൽ 166 ഷെയർ ഉണ്ടായി. And in 1 hour itself, 166 share has happened. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാം സുവിശേഷത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചില്ല എങ്കിൽ തെറ്റായ സന്ദേശം ആളുകൾ വിശ്വസിക്കുകയും അനേകർ നരകത്തിലേക്ക് പോവുകയും ചെയ്യും. And what it means is that if you do not fight for it, then there are many people who are going to be misled. അത് ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഏക മനസ്സുള്ളവരായിരിക്കണം. And if you want to do it, then you have to be of a single mind. വിശ്വസിച്ചവരായ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ ഏക മനസ്സുള്ളവരായി സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ നമ്മെ കൊണ്ട് സുവിശേഷത്തിന്റെ കൂട്ടായ്മയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയും സുവിശേഷത്തിന്റെ പോരാട്ടവും സാധിക്കും. And if you are able to stand strong for the gospel, then you will have that fellowship of the mind of Christ, as well as the furtherance of the gospel, and then you will fight for the gospel. ഈ ഒന്നാം അധ്യായത്തിൽ പൗലോസ് ആ 3 യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. And in chapter 1, these are the 3 aspects which are mentioned here. മറ്റേ ഒരുപാട് കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്. Also, there are many other things which are associated with that, which is mentioned here. അതിലേക്കൊന്നും പ്രവേശിക്കാൻ ഇന്ന് രാത്രി എനിക്ക് സാധിക്കുകയില്ല. And it is not possible for me to go into that tonight. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ 2-ാം അധ്യായത്തിലെ പ്രമേയത്തിലേക്ക് വരികയാണ്. And therefore, I am going to the second aspect of it in the second chapter. 2-ാം അധ്യായത്തിലെ വിഷയം സമർപ്പണ മനസ്സ് എന്നുള്ളതാണ്. And the second point we shall talk about is of the submissive mind. വേദപുസ്തകത്തിലെ സമർപ്പണ മനസ്സിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. And in the Holy Scriptures, it is clearly mentioned about a submissive mind. ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച മനസ്സ്. And it is a mind which is kept before the presence of God. ഒരിക്കൽ എന്നേക്കുമായി ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത മനസ്സ്, അതിനെയാണ് സമർപ്പണ മനസ്സ് എന്ന് പറയുന്നത്. It is a mind which has forever been submitted to the Lord, and that is what is called as a submissive mind. സമർപ്പണ മനസ്സിന്റെ 4 ഉത്തമമായ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ മാതൃകകൾ ഈ അധ്യായത്തിലെ 30 വാക്യങ്ങളിൽ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. In these 30 verses, there are 4 examples which have been mentioned here of a submissive mind. ഏക മനസ്സുള്ള ആളുകൾ സമർപ്പണ മനസ്സുള്ളവരായിരിക്കണം. And if you are of a single mind, then you must be also having a submissive mind. സമർപ്പണ മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഉത്കൃഷ്ടമായ 4 ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധാത്മാവ് ഇവിടെ പങ്കുവയ്ക്കുന്നു. And if you are having a submissive mind, there are 4 examples or 4 traits that we can find mentioned in the second chapter. സമർപ്പണ മനസ്സിന്റെ ആദ്യത്തെ ദൃഷ്ടാന്തമായി ഇവിടെ അവതരിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. The very first example mentioned here about a submissive mind is about Jesus Christ himself. 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് യേശു ക്രിസ്തുവിനെ സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായ ഉദാഹരണമായി പരിശുദ്ധാത്മാവ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നു. We find here that about Jesus Christ it is mentioned from verses 6 to 9. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം സ്വീകരിച്ചു. We read like this, who being in the form of God did not consider it robbery to be equal with God, but make നമ്മുടെ himself. കർത്താവ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തോട് തുല്യനായി അവിടെ ആയിരുന്നവനാണ്. We know that Christ himself was in equal with God. അപ്പൊ സാക്ഷാൽ ദൈവമായിരിക്കെ അവൻ ദൈവത്തോടുള്ള തന്റെ മഹത്വത്തിന്റെ സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ മനുഷ്യവേഷം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. And we find that though he found himself equal with God,
He did not consider himself to be as that, but took the form of a servant and came in the likeness of man. സമർപ്പണ മനസ്സിന്റെ ഉത്തമമായ ഉദാഹരണം കർത്താവായ യേശുവിനെ തന്നെ നമ്മുടെ മുമ്പാകെ പൗലോസ് മാതൃകയായി ഈ വാക്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. And Apostle Paul is mentioning here about Jesus Christ as a good example of a submissive mind. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമർപ്പണ മനസ്സുള്ളവനായി ഭവിച്ചപ്പോൾ സമർപ്പണ മനസ്സിലെ അവന്റെ 7 താഴ്ചകൾ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. And when he came in the submissive mind, there are 4 weaknesses or submissions that is mentioned here regarding Not Christ. 4 but 7. 7 Seven. സമർപ്പണ മനസ്സിന്റെ 7 പടികൾ, അതായത് സ്റ്റെപ്പുകൾ. There are 4 steps of submissive mind about Christ, which is mentioned here. അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. We read like this, but made himself of no reputation, taking the form of a bond servant and coming in the likeness of man, and being found in appearance as a man, he humbled himself and became obedient to the point of death, even the death on the cross. കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നു. And amongst the disciples of Christ, there were few disagreements. തങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. And it was a question that who among them was great. കർത്താവ് ഒരു ശിശുവിനെ അവരുടെ മുമ്പാകെ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയവനാകാൻ ഇച്ഛിക്കുന്നതെല്ലാം തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെയാകും. And he took up a small child on his lap and mentioned that if you want to become great, then you must become like this child. സർവശക്തനായ ദൈവമായിരുന്ന നമ്മുടെ കർത്താവായ യേശു സമർപ്പണ മനസ്സുള്ളവനായി സമർപ്പണത്തിന്റെ 7 പടവുകൾ അദ്ദേഹം താഴേക്ക് ഇറങ്ങിയപ്പോൾ നാം വായിക്കുന്നത്, അവന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അരയിൽ ഒരു തൂവൽ ചുറ്റി അവന്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി എന്നാണ്. We find that as Christ came down on a submissive mode, all those 7 steps, he took up a bowl of water and put a cloth around his waist and wiped the feet of the disciples. യോഹന്നാൻ 13 ആ സംഭവം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the Holy Spirit has revealed to us in John chapter 13. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം കഴുകുവിൻ എന്ന് കർത്താവ് കൽപ്പിക്കുകയും ചെയ്തു. And he says like this, that if your master Christ has done like this to wash others' feet, then you must also do it. കാല് കഴുകണം എന്ന അക്ഷരാർത്ഥത്തിലല്ല എന്റെ അർത്ഥം. It doesn't mean literally to wash the feet. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുക എന്നാണ്. And it means that to consider others as greater than us. മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രയാസമുണ്ട്. Every man has got a certain problem within himself. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് താഴോട്ടിറങ്ങാൻ നമുക്ക് വളരെ പ്രയാസം. And it is very difficult for a person to come down from his present state. മത്തായി 17 മറുമലയിൽ കർത്താവിനോട് ആയിരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞത്, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത് എന്നാണ്. And when Apostle Peter was there with the Lord Jesus Christ on that mount, he told that it is very good to be in your presence. ഉയരങ്ങളിലായിരിക്കുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എന്നാൽ താഴേക്ക് ഇറങ്ങാൻ ആർക്കും താല്പര്യമില്ല. Everybody likes to be on the top, but nobody likes to come down. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഒരു തോർത്ത് എടുത്ത് തന്റെ അരയിൽ ചുറ്റി ഒരു പാത്രം വെള്ളവുമായി തന്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയത്. That is why Jesus Christ also took up a cloth bound against his waist and took up a bowl and washed his feet of the disciples. അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രശസ്തനായ ഒരു ദൈവവചന ശുശ്രൂഷകൻ ഉണ്ടായിരുന്നു. There was a great preacher among the Americans. വാൻ ഹാവനർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. Van Ham is his name. അദ്ദേഹം രസകരമായ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. There is a wonderful saying of his. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ദൈവസഭയുടെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറയുന്നു. And he says that it's a very peculiarity of the present day church. ഇങ്ങനെ അദ്ദേഹം പറയുന്നു, ഈ കാലത്തെ ദൈവസഭകളിൽ ഒരുപാട് ജനറൽമാരുണ്ട്, പക്ഷേ പ്രൈവറ്റ്സുകൾ വളരെ കുറവാണ്. And in today's church, there are a lot of generals, but there are no privates amongst the church. അതായത് ജനറലാകാൻ ധാരാളം ആൾക്കാരുണ്ട്, പ്രൈവറ്റ്സുകളാകാൻ സാധാരണയായി ആരും തയ്യാറല്ല. There is a lot of people who are generals, but no privates in their midst. നിങ്ങൾ ഏറ്റവും വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനായി തീരണം എന്നാണ് കർത്താവ് പറഞ്ഞത്.
And Christ mentions that those who want to become so great among you must first become like this child. അതിനെയാണ് 5-ാം വാക്യത്തിൽ ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. That is why in verse 5 we read like this, that let it this mean mind in you which was also in Christ Jesus. സമർപ്പണ മനസ്സിന്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. We find that the first example of a submissive mind is Jesus Christ himself. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ സമർപ്പണത്തിനും നമ്മുടെ പ്രതീക്ഷയ്ക്കും നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ ആത്മീയ ദർശനത്തിനും നാം മാതൃകയാക്കേണ്ടത് വിശ്വസിച്ച മറ്റുള്ളവരെ അല്ല, നമ്മുടെ കർത്താവായ യേശുവിനെയും അവന്റെ മാതൃകയും. We find that in our practical life and in our Christian life, the greatest example that we can accompany is of Jesus Christ himself. നാം അവന്റെ കാഴ്ചപ്പാടുകളിൽ പിന്തുടരേണ്ടതിന് അവൻ നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് പത്രോസ് തല്ലേൽ പറയും. And Apostle Peter also says that we should follow in its footsteps, and he has laid out such wonderful example before us. 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Verse 12 onwards as we read, 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം ഈ സമർപ്പണ മനസ്സിന്റെ രണ്ടാമത്തെ ദൃഷ്ടാന്തമായി പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുക. and as a second example he mentions about himself of a submissive mind right from verse 12 to 18. അവിടെ അദ്ദേഹം പറയുന്നു, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ പ്രാവർത്തികമാക്കുകയും എന്ന് പറയുന്നത്. രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും എന്ന പഴയ ബൈബിളിലേക്ക് we read in verse 12, therefore my beloved, as you always have obeyed, not in my presence only but now much more in my absence, work out your own salvation with fear and trembling. നാം രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയല്ല, നമ്മിലുള്ള രക്ഷയെ ഇംഗ്ലീഷ് ബൈബിൾ വളരെ ക്ലിയർ ആണ്. therefore work out your own salvation എന്നാണ് പറയുന്നത്. നിങ്ങളിലുള്ള രക്ഷയെ പ്രവർത്തിപ്പീൻ അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ കാണിച്ചു കൊടുക്കുവിൻ എന്നാണ്. It is not mentioned here that you should work for the salvation, but it is mentioned here clearly that work out your own salvation. സുവിശേഷത്തിന് വേണ്ടി തന്റെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ചേൽപ്പിച്ച വ്യക്തിയായിരുന്നു അപ്പോസ്തലൻ. We find here that the Apostle Paul was one who completely laid down his life for the gospel. ആ കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ. And that is very clearly mentioned in chapter 3. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമത്വം എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിയവനായി. And he is one who has cast everything as and considered everything as waste when he talked about Christ. പൗലോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയമുണ്ട്. And there is one thing that we need to clearly understand about Apostle Paul. യഹൂദന്മാരുടെ അന്നത്തെ കാലത്തെ മത സർവകലാശാലയായ ഹില്ലേൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്ന ഡോക്ടർ ഗമാലിയലിന്റെ കീഴിൽ നിന്നാണ് ഇദ്ദേഹം വേദപുസ്തകം പഠിച്ചത്. And it is from the Hillel University and the director and dean of that university, Mr. Gamaliel, Dr. Gamaliel, that he learned the gospel word of God. അപ്പോൾ ഡോക്ടർ ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം സസൂക്ഷ്മമായി അഭ്യസിച്ചവൻ, ന്യായപ്രമാണത്തിന്റെ ആ മുതൽ രക്ഷ വരെ നന്നായി ആധികാരികമായി പഠിച്ചവനാണ്. And we find that he is one who has learned the entire law, who has been along with Dr. Gamaliel. യവനായ തത്വശാസ്ത്രവും അദ്ദേഹം മനഃപ്പാഠമാക്കിയിരുന്നു. And also the doctrinal aspects also he has understood. പ്രവൃത്തികളുടെ പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തനിക്ക് വേണ്ടി വാദിക്കാൻ തെർത്തുലോസ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ വക്കീലിനെ യഹൂദന്മാർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ വക്കീലിനോട് പ്രതിവാദം ചെയ്യാൻ തന്നെത്താൻ പ്രതിവാദം ചെയ്തതായി അവിടെ വായിക്കുന്നു. And we find here that there was a special advocate in Acts chapter 24 who was appointed to advocate on his behalf. ഒരു വലിയ മനുഷ്യനായിരുന്നു പൗലോസ്. And Apostle Paul was a great man indeed. ആ പൗലോസ് പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠമത്വം ഞാൻ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി ഇപ്പോഴും അങ്ങനെ എണ്ണുന്നു. And he says like this, that when he sees Jesus Christ in front of him, he counts everything else as waste. ഏറ്റവും മാതൃകാപരമായ ഒരു പുരുഷൻ എന്ന നിലയിൽ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അദ്ദേഹത്തിന്റെ സമർപ്പണ മനസ്സിന്റെ ഉത്തുംഗത എന്താണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. And here the essence of his submissive mind is being poured out in verse 17. പൗലോസ് ലേഖനം എഴുതുമ്പോൾ താൻ റോമൻ കാരാഗൃഹത്തിലാണ്. And when he is writing this, he is in the Roman prison. അവിടെ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലെ സഭയിലെ വിശ്വാസിയോട് പറയുകയാണ് 17-ാം വാക്യം, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ
എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ ഞാൻ സന്തോഷിക്കും. And he says like this, yes, and if I am being poured out as a drink offering on the sacrifice and service of your faith, I am glad and rejoice with you all. For the same reason you also are glad and rejoice with me. നമ്മുടെ കർത്താവും പറഞ്ഞത് തന്നെയാണ്. And this is the same thing Christ also mentioned. സ്നേഹിതന് വേണ്ടി ജീവനെ വെച്ചുവിടുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. There is no greater love than one who lays down his life for his friend. പൗലോസ് പറയുന്നത് ഫിലിപ്പിയിലെ വിശ്വാസികളുടെ വിശ്വാസം എന്ന യാഗം ദൈവത്തിന് അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ വേണ്ടി വന്നാൽ രക്തസാക്ഷിത്വം വഹിക്കാനും അദ്ദേഹം തയ്യാറാണ് എന്നാണ്. And he says that while the saints in Philippians are offering the drink offering of sacrifice, if need be, I can also lay down my life for you all. സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമായി യേശുക്രിസ്തുവിനെ നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ച പൗലോസ് യേശുക്രിസ്തുവിനെ നല്ല മാതൃകയായിരുന്നു. And we find here that this very same Paul, who also displayed to us Jesus Christ, who had that humbleness of mind, he is also അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ആകുവിൻ. And that is why he says that just like you are followers of Christ, you are also follow me. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ നിന്ന പിറവിയിലെ മുടന്തൻ ഈ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിക്കുമ്പോൾ ഞങ്ങളെ നോക്കൂ എന്നാണ് പത്രോസ് അവരോട് പറഞ്ഞത്. And here we find there also an example about where Apostle Peter and John, who had gone to that beautiful gate and he saw the blind man and he lame man, and he told, look at us. അവൻ അവരെ ഉറ്റുനോക്കി എന്ന് വായിക്കുന്നു. And we find there that they looked unto him. നമ്മൾ നിന്ന് വളരെ വ്യത്യസ്തരായിരുന്നു പത്രോസും യോഹന്നാനും പൗലോസും. And Apostle Peter, John and Paul are most different from us. നമ്മളോട് ആരെങ്കിലും നമ്മളുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എളുപ്പവഴി എന്ന് അറിയാമോ? And you know what is the shortcut that we use to say if about hope that we have to speak? ഞങ്ങളെ നോക്കരുത്, കർത്താവിനെ നോക്കിക്കോ. And we say like this, that don't look at us but look into Christ. കാരണം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കാണിച്ച പലതും ഇല്ല, അതുകൊണ്ട്. Because there is many things which are missing in our life which Christ. പത്രോസും യോഹന്നാനും പറഞ്ഞു ഞങ്ങളെ നോക്കൂ എന്നാണ്. And Apostle Paul and Peter says that look unto us. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവിൻ. And he says like this, that just like I am a follower of Christ, you also be followers of me. ഇത് പൗലോസിന് പറയാൻ കഴിഞ്ഞത് താൻ കർത്താവിന്റെ മാതൃകയെ തന്റെ ജീവിത മാതൃകയാക്കിയത് കൊണ്ടാണ്. The reason why Apostle Paul was able to tell like this, because he was setting a good example from Christ. സമർപ്പണ മനസ്സ് നമുക്കുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഭാവവും യേശുക്രിസ്തുവിന്റെ മാതൃകയും നമ്മുടെ ഭാവവും നമ്മുടെ മാതൃകയും ആയിത്തീരും. If you are having a submissive mind, then the very same aspect and character of Jesus Christ will also be inscribed in us. യേശുക്രിസ്തുവിന്റെ ഐഹിക നാളുകളിലെ ജീവിത വിശുദ്ധി നമ്മുടെ വിശുദ്ധിയായി മാറും. And also the very same holiness of Christ which was there in will be also in us. കർത്താവിന്റെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാടായി മാറും. The very vision and of Christ will also be a vision for us. അവന്റെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ പ്രാർത്ഥനാ ജീവിതമായി മാറും. His prayer life will also become a prayer life of us. അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴുകേണ്ടി വന്നാലും ഞാൻ അത് ചെയ്യും എന്ന് പൗലോസ് പറഞ്ഞ പോലെ നമുക്കും പറയാൻ സാധിക്കും. And it is only then we can say that if need be, we can also lay down the life for our beloved. സമർപ്പണ മനസ്സിന്റെ രണ്ട് മാതൃകകൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന് യേശുക്രിസ്തു, രണ്ട് ക്രിസ്തുവിന്റെ അനുകാരിയായ അപ്പോസ്തലനായ പൗലോസ്. There are two examples which we thought about the submissive mind. One is about Christ and second about Paul. ഇനി മൂന്നാമതായി പറയുന്നത് പൗലോസിന്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസിനെ കുറിച്ചാണ്. And thirdly, it is mentioned here about Apostle Paul's co-worker, that is Timothy. 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ Verse 20. തിമോത്തിയോസിനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്ന ചില പരാമർശങ്ങൾ കാണാൻ കഴിയുന്നു. He mentions few things about him. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പൻ ചെയ്യുന്ന പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സന്മനസ് നിങ്ങൾ അറിയുന്നുവല്ലോ. We read like this, for I have no one like-minded who will sincerely care for your state, for all seek their own, not the things which are of Jesus Christ, but you know his power and character, that as a son with his father, he served with me in the gospel. സമർപ്പണ മനസ്സിന്റെ മൂന്നാമത്തെ ദൃഷ്ടാന്തമാണ് പൗലോസിന്റെ സഹപ്രവർത്തകനും എഫേസോസിലെ സഭയുടെ ശുശ്രൂഷകനുമായിരുന്ന തിമോത്തിയോസ്.
And we find here that the third example of a submissive mind is about Timothy, who was his co-worker and also one of the saints in the church at Ephesus. തിമോത്തിയോസിനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. There are many things mentioned about Timothy, അതെല്ലാം വിവരിക്കാൻ നിർവാഹമില്ല. and we do not have time for all of that. അപ്പം അവനെ കുറിച്ച് പറയുന്നത് പരമാർത്ഥമായി കരുതുവാൻ തുല്യയുക്തനായി, അതായത് പൗലോസിന്റെ ചിത്തം അല്ലെങ്കിൽ തന്റെ ഹിതം എന്തോ അത് തന്നെയായിരുന്നു തിമോത്തിയോസിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹവും. And we find here that Timothy also was sharing of that like-mindedness of Apostle Paul. മകൻ അപ്പന് ചെയ്യുന്ന പോലെ പൗലോസിനോട് സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്ത ഒരു വിശിഷ്ട ഭൃത്യനാണ് തിമോത്തിയോസ്. We find there that he was a man who was just like a father and son relationship and served with Apostle Paul in the gospel. പൗലോസ് പറയുകയാണ്, പലരും ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമാണ്. He says that many are not doing the things of Jesus Christ, but they are very own. തിമോത്തിയോസ് അന്ന് വ്യത്യസ്തനായ ഒരാളായിരുന്നു. But Timothy was one who was different from all of that. അവന്റെ കാര്യമല്ല, യേശുക്രിസ്തുവിന്റെ കാര്യമാണ് പ്രവർത്തിപ്പാൻ ആഗ്രഹിച്ചത്. And it is not about himself, but it's about Christ that he did. സമർപ്പണ മനസ്സിന്റെ മൂന്നാമത്തെ ഉദാഹരണമാണ് സ്വന്തം ജീവിതത്തെ അവഗണിച്ച് കർത്താവിന്റെ മഹത്വത്തിനായി അത്യധ്വാനം ചെയ്ത ദൈവത്തിന്റെ ദാസനായ തിമോത്തിയോസ്. We find here that Timothy also was one like that, where he was of a submissive mind. He cast away everything of his own and did all things according to the mind of Christ. പൗലോസിന്റെ പ്രാണനോട് പറ്റിച്ചേർന്ന ഒരു സഹപ്രവർത്തനായിരുന്നു തിമോത്തിയോസ്. He was one who was together and like-mindedness with Apostle Paul. റോമൻ കാരാഗൃഹത്തിലെ ഏറ്റവും ഒടുവിലത്തെ നാളുകളിൽ അദ്ദേഹം ആയിരിക്കുകയും താൻ ഗളച്ഛേദം ചെയ്യുന്നതിന് മുമ്പ് ഈ തിമോത്തിയോസാണ് അദ്ദേഹം 2 ലേഖനങ്ങൾ എഴുതുന്നത്. We find here that it is Timothy who was writing for Apostle Paul while he was in the prison. പൗലോസിന്റെ രക്തസാക്ഷിത്വം സംബന്ധിച്ച് വിശ്വാസത്തിൽ നിജപുത്രനായ ഈ തിമോത്തിയോസാണ് അപ്പോസ്തലൻ സൂചന നൽകുന്നത്. And it is Timothy who is bearing a witness to the life of Apostle Paul as he died. ഇനിയും സമർപ്പണ മനസ്സിന്റെ നാലാമത്തെ ഉദാഹരണം. There are 4th example of the submissive mind mentioned here. അതിന്റെ 25-ാം വാക്യം. Verse 25. ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസ്. We mentioned here, yet I considered it necessary to send you Epaphroditus, my brother, fellow worker, and fellow soldier, but your messenger, the one who ministered to my need. ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ ഒരാളായിരുന്നു എപ്പഫ്രോദിത്തോസ്. We find here that Epaphroditus was one of the saints in Philippian church. പൗലോസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ കാരാഗൃഹത്തിൽ കഴിയുന്ന പൗലോസിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സഭയെടുത്ത സാമ്പത്തിക സഹായം കൊണ്ട് പൗലോസിന്റെ ക്ഷേമം അന്വേഷിച്ച് കാരാഗൃഹത്തിൽ ചെന്ന് അവന് ശുശ്രൂഷ ചെയ്ത ഒരു കൂട്ടുവേലക്കാരനാണ് ഈ എപ്പഫ്രോദിത്തോസ്. We find there that Epaphroditus was one who was a co-worker who went to meet Apostle Paul also in the prison. സമർപ്പണ മനസ്സിന്റെ ഉടമയായ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് 5 വിശിഷ്ടമായിരിക്കുന്ന കമന്റ്സുകളാണ് പൗലോസ് പറയുന്നത്. About Epaphroditus, there are 5 comments which are mentioned about his submissive mind. ഒന്നാമത് എന്റെ സഹോദരൻ, മൈ ബ്രദർ. First is mentioned that he is my brother. രക്ഷിക്കപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചും നമ്മൾ പറയേണ്ട അങ്ങനെയാണ്, he is my brother. To all those who are saved, we mention like this, that he is my brother. കർത്താവിന്റെ കാൽവറിയിലെ രക്തത്തിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് സ്വർഗീയ പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടവൻ എന്നാണ് അതിന്റെ അർത്ഥം. What it means is that one who has believed in the death and in the resurrection of Jesus Christ and who have been born again. അടുത്തായി പറയുന്നു അവൻ കൂട്ടുവേലക്കാരനാണ്, ഫെലോ ലേബറർ. Second aspect is mentioned here that he is a fellow worker. പൗലോസിന്റെ കൂടെ കർത്താവിന്റെ വേലയിൽ അത്യധ്വാനം ചെയ്ത ഒരു സഹവൃത്തിനാണ്. We find here that he was one who labored along with Apostle Paul. മൂന്നാമത് പറയുന്നു അവൻ സഹമടനാണ്. Thirdly, it is mentioned that he is a fellow soldier. നാലാമത് പറയുന്നു അവന് നിങ്ങളുടെ ദൂതൻ, അതായത് ഫിലിപ്പിയിലെ സഭ നിയോഗിച്ച ദൈവത്തിന്റെ ദൂതുവാഹിയായ സഹോദരൻ. And fourthly, it's mentioned that he is your messenger and the one who ministered to my need. അതിലൊക്കെ ഉപരിയായി പറയുന്നു എന്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസ്. And about everything, he says that he is one who ministered in my need. പൗലോസിനെ കാണാൻ റോമിൽ വന്ന എപ്പഫ്രോദിത്തോസ് വളരെ മരണകരമായ രോഗത്താൽ ബാധിതനായി. And we find here that Epaphroditus, who came to meet him, he was 27-ാം വാക്യം വായിക്കുന്നത് അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം
അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. And we find here in verse 30 that because of the work of Christ, he came close to death, not regarding his life, to supply all that was lacking in your service toward me. സമർപ്പണ മനസ്സിന്റെ നാലാമത്തെ ദൃഷ്ടാന്തമാണ് ഈ യുവ സഹോദരനായ എപ്പഫ്രോസ്. And we find here that Epaphroditus was the fourth person who was very young, and he was an example. ഒന്നാം അധ്യായം നമ്മൾ പഠിച്ചു ഏക മനസ്സ്. First, in chapter, we find that he was of a submissive mind. ഏക മനസ്സുള്ളവരായി വിശ്വാസികൾ തീർന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും? And if you are of a submissive mind, what all can be accomplished? സുവിശേഷത്തിലെ കൂട്ടായ്മ, You can have the fellowship of the സുവിശേഷത്തിന്റെ അഭിവൃദ്ധി, you can have the furtherance of the gospel, and also the fight for the gospel, സുവിശേഷത്തിനുള്ള പ്രതിവാദം. and also for the fight of the gospel. രണ്ടാം അധ്യായം പറയാണ് സമർപ്പണ മനസ്സ്. And secondly, we find here about the submissive mind. സമർപ്പണ മനസ്സിന്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തം മറ്റാരുമല്ല, യേശു ക്രിസ്തുവാണ്. And we find here that Jesus Christ is the best example of a submissive വിശ്വാസ നായകനും പൂർത്തിവരുത്തനുമായ യേശു. and he is the one who is the fulfiller of the run of രണ്ടാമത്തെ faith. ദൃഷ്ടാന്തം അപ്പോസ്തലനായ പൗലോസ്, ക്രിസ്തുവിന്റെ മാതൃകയാക്കിയ അപ്പോസ്തലനായ പൗലോസ്. And second example is about Apostle Paul, who is a good example. മൂന്നാമത്തെ മാതൃക തിമോത്തിയോസ്, യുവാവായിരുന്ന തിമോത്തിയോസ്. And the third example is about Timothy. നാലാമത്തെ പുരുഷനാണ് എപ്പഫ്രോദിത്തോസ്. And the fourth person is Epaphroditus. അപ്പൊ രണ്ടാം അധ്യായം കഴിഞ്ഞു, ഇനി മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. And let us come to chapter 3. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ And when we come to chapter 3, അവിടെ ആത്മീക മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്, സ്പിരിച്വൽ മൈൻഡ്. and here it is mentioned about spiritual mind. ആത്മീക മനസ്സ്, Spiritual mind. രണ്ട് വ്യത്യസ്ത മനസ്സിനെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. And here about two minds it is mentioned. ജഡീക മനസ്സ്, It's about a carnal mind ആത്മീക മനസ്സ്. and also a spiritual mind. ദൈവസഭയിൽ ഈ രണ്ട് കൂട്ടരുമുണ്ട്. And there are people in the church with both these minds. ജഡപ്രകാരം ചിന്തിക്കുകയും ജഡപ്രകാരം നിരൂപിക്കുകയും ജഡപ്രകാരം പ്രവർത്തിക്കുകയും ജഡപ്രകാരം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആള്. And these are people who think with a mind, flesh, carnal mind, and act according to that. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നത് ആത്മീക മനസ്സുള്ളവർ എന്നാണ്. And second group of people are those who have the spiritual mind. ആദ്യ കൂട്ടരെ കുറിച്ച് രണ്ടാം വാക്കിൽ പറയുമ്പോൾ ഒരു പ്രത്യേക സൂചന പറഞ്ഞിട്ടുണ്ട്. And also there are certain things mentioned about the first group of people. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. And we find here that they are being compared to as dogs and also as the wrong workers. നമ്മുടെ നാട്ടിലെ വലിയ ടെറസ് ബിൽഡിങ്ങുകളുടെ വാതിലിൽ വലിയ ഇരുമ്പോള ജയിലിന്റെ വാതിൽ പോലെയുള്ള വലിയ ഗേറ്റിന്റെ വാതിൽക്കൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പല സ്ഥലത്തും എഴുതി വെച്ചേക്കുന്നത് നമ്മൾ കാണാറുണ്ട്. And we find that in our native place there are big gates, and on those gates it is mentioned a board that beware of dogs. ഗേറ്റ് തള്ളി തുറക്കരുത്, അകത്ത് കടിച്ചു കയറുന്ന പട്ടിയുണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. What is mentioned here as don't come inside the gate as there's a dog which bites. ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കും ആ വാക്യം കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. Maybe it is from here that they have got this particular word, നായ്ക്കളെ സൂക്ഷിപ്പീൻ, that beware of dogs ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. and beware of wrong teachers. ഇവിടെ നായ്ക്കളെന്നും ആകാത്ത വേലക്കാരെന്നും പൗലോസ് പറയുന്ന പരിച്ഛേദനക്കാരായ ആളിനെ കുറിച്ചാണ്. And we find here that it is mentioned about those who are uncircumcised. ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തോടെ മോശയിക ന്യായപ്രമാണം കൂടെ ചേർന്ന് വരണം എന്ന് പ്രബോധിപ്പിക്കുന്ന ജുഡായിസ്റ്റുകളായ ആളുകൾ. And these are mentioned about the Judaism people. അവരെ സൂക്ഷിക്കണമെന്ന് പൗലോസ് പറയുന്നു. And here it is mentioned about them that to be beware of നമ്മളും such people. സൂക്ഷിക്കേണ്ടതാണ്. And we also need to be taking care. വേർപെട്ട ഉപദേശത്തിന് നടമ്പേക്ക് കത്തിവെക്കുന്ന യാതൊരു ഉപദേശ രൂപങ്ങളെയും അങ്ങനെയുള്ള ഉപദേശങ്ങളെ പ്രസംഗിക്കുന്നവരെയും നാം സ്വീകരിച്ചുകൂടാ. And we should not also give regard to any people, those who are preaching the wrong നമുക്ക് gospel. ഉപദേശ വിഷയത്തിലും ഉപദേശത്തിന് അനുസരണമായ പ്രായോഗികതയുടെയും വളരെ വ്യക്തമായ ഇതൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. And we must have a strong alliance to the doctrine as well as to the practical life, what is mentioned in the doctrine. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ആരാണ് ഈ ആത്മീക മനസ്സുള്ളവർ? And who is the one who has a spiritual mind? അതിന് രണ്ട് പ്രയോഗങ്ങൾ വരുന്നത്, ഒന്ന് വിച്ഛേദനക്കാർ, രണ്ട് പരിച്ഛേദനക്കാർ. And these are people who are സർക്കംസൈസ്ഡ് ആൻഡ് നോൺ സർക്കംസൈസ്ഡ്. circumcised and non-circumcised. അതെ, അങ്ങനെ രണ്ടു കൂട്ടരെ ആ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ, പരിച്ഛേദനക്കാരും പരിച്ഛേദന ഇല്ലാത്തവരും. And these are the two segments of people, so circumcised and മൂന്നാം non-circumcised. വാക്യത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, Words 3 Apostle Paul mentions,
Who are the spiritual? ആരാണ് ആത്മീകർ? Who are the spiritual people? നമുക്ക് ഈ ആത്മീകരെ കുറിച്ച് വിലയിരുത്താൻ ഒരുപാട് വ്യത്യസ്തമായ മാനദണ്ഡങ്ങളൊക്കെ. And we have a very clear standards about how to understand about a spiritual person. ഒരാൾ ക്ലീൻ ഷേവ് ചെയ്താൽ തികഞ്ഞ ആത്മീയരാണ് നമ്മൾ അങ്ങ് വിലയിരുത്തും. And we say that those who have been clean shaved are all spiritual. എന്നെ പോലെ അല്പം മീശയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ആത്മീയരാണ് പെട്ടെന്നൊക്കെ പറയാൻ സാധിക്കില്ല. And if you are having a small mustache, you cannot say that you are fully spiritual. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗുജറാത്തിലെ അംബാനി, അദാനി ഇവരെല്ലാം വിശ്വാസികളാണെന്ന് പറയേണ്ടി വരും. Or if you need to say then Ambani and all other guys are all very spiritual. അവരെല്ലാം ക്ലീൻ ഷേവുകാരാണ്. Because they are all clean shaved. അതല്ല ഇവിടുത്തെ പ്രമേയം. This is not what is mentioned here. പൗലോസ് പറയുകയാണ്, Apostle Paul is mentioning here. നാമല്ലോ പരിച്ഛേദനക്കാർ. And we are the one who are circumcised. നമ്മളാണ് യഥാർത്ഥ ആത്മീകർ. Because we are the true spiritual people. സ്പിരിച്വൽ മൈൻഡിന്റെ 3 ദൃഷ്ടാന്തങ്ങൾ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. Here also it is mentioned about 3 aspects of a spiritual mind. സമയത്തിന്റെ പരിമിതിയിൽ എനിക്ക് അധികം മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. Not going much into the because due to lack of time. ആദ്യം അദ്ദേഹം പറയുന്നു, The first thing he mentioned, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. those who worship God in the spirit. എഴുതപ്പെട്ട പുസ്തകങ്ങൾ അടർത്തി എടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നവരല്ല. And it is not that they are reading from a book which is written. ഹൃദയമാകുന്ന ദേവാലയത്തിൽ നിന്ന് ദൈവത്തിന് മനോഹരമായിരിക്കുന്ന സ്തുതിഗീതങ്ങൾ അല്ലെങ്കിൽ ആരാധനകൾ അർപ്പിക്കുന്നത്. അതാണ് നാമല്ലോ പരിശീലനക്കാർ ദൈവത്തിന്റെ ആത്മാവിനെ ആരാധിക്കുകയും അടുത്തത് ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും. And we find here the second aspect is those who rejoice in Jesus Christ. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു 2:14, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ വരരുത്. In Galatians chapter 2 and verse 14, he says that I do not rejoice in anything else other than the cross of Christ. ആത്മീയ മനസ്സിന്റെ ഒന്നാമത്തെ അടയാളം അവർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. And the second aspect is that with their submissive mind, they rejoice in Jesus Christ. രണ്ടാമതായി പറയുന്നത് അവർ ക്രിസ്തുയേശുവിൽ മാത്രം പ്രശംസിക്കുന്നവരാണ്. And secondly, it is mentioning that they only rejoice in Jesus Christ. തങ്ങളുടെ വീടുകളുടെ വലിപ്പമോ It is not because of the greatness of their house. വസ്തുക്കളുടെ പെരുപ്പമോ It is not because of the largeness of their ബാങ്ക് ബാലൻസോ LIC പോളിസിയോ ഷെയറിലെ നമ്മുടെ പങ്കോ ഇതൊന്നും അവർ പറയാറില്ല. It is not about the standards of LIC or other കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുക. only the standard in rejoicing in Jesus Christ. മൂന്നാമത് പറയുന്നത് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക. And those who do not have confidence in the flesh. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ, Those who worship God in spirit. കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം പ്രശംസിക്കുന്നവർ, Those who rejoice in Jesus Christ. ജഡത്തിൽ ഒരു നിലയിലും ആശ്രയിക്കാതിരിക്കുന്നു. And those who do not have any confidence in the flesh. ഇത് മൂന്നുമാണ് ആത്മീയ മനസ്സിന്റെ ലക്ഷണങ്ങൾ. These are the 3 traits of a spiritual mind. ഈ ആത്മീയ മനസ്സുള്ള ആളുകളുടെ വിശിഷ്ടമായിരുന്ന ഭാവങ്ങളെ കുറിച്ച് പിന്നോട് 7 വാക്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേറെ എന്ത് സമയം ചിന്തിക്കും. And there are further more things mentioned about spiritual mind from verses 7 onwards. അപ്പോൾ 3-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം സ്പിരിച്വൽ മൈൻഡ്, അതായത് ആത്മീയ മനസ്സ് എന്നുള്ളതാണ്. Therefore, in chapter 3, we find here that the main theme is about the spiritual mind. ആത്മീയ മനസ്സുള്ളവർ നിശ്ചയമായും ദൈവത്തിന്റെ ആത്മാവിൽ മാത്രം ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും. And those who are having the spiritual mind will only worship God in the spirit. അവരുടെ എല്ലാ ആരാധനകളിലും എല്ലാ കുടുംബജീവിതത്തിലും എല്ലാ സഭാജീവിതത്തിലും എല്ലാ വ്യക്തിജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയിൽ മാത്രമേ അവർ ചലിക്കൂ. And in all aspects of their life, they will only do things according to the leading of the Spirit of God. രണ്ടാമതായി അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശംസ യേശു ക്രിസ്തുവും അവന്റെ ക്രൂശുമാണ്. And the second aspect is that their central theme or the central life is revolving around rejoicing in Christ. പൗലോസിന്റെ ജീവിതത്തിന്റെ പ്രമേയം തന്നെ അതായിരുന്നു കർത്താവും അവന്റെ ക്രൂശും. And the love of Apostle Paul was itself about the cross of കൊരിന്ത്യരോട് Christ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനായ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. And we find in the book of Corinthians, he mentions there that the Greeks are looking for a sign, and but we are seeking for Jesus Christ's cross. മൂന്നാമതായി ജഡത്തിൽ ഒരിക്കലും ആശ്രയിക്കാതിരിക്കുന്നു. And the third aspect is those who do not have reliance on the മറ്റൊരു നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിന് ജീവിതത്തിലും സഭാജീവിതത്തിലും കുടുംബജീവിതത്തിലും അവസരം കൊടുക്കാതിരിക്കുന്നു. And these are people who do not give chance to the flesh in their physical അതാണ് life. ആത്മീയ മനസ്സിന്റെ ഉത്കൃഷ്ടമായിരുന്ന തെളിവ്. And these are the 3 important traits of the spiritual mind. ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to chapter 4,
4-ാം അധ്യായത്തിലെ പ്രമേയം സാറ്റിസ്ഫൈഡ് മൈൻഡ്, അതായത് സംതൃപ്തിയുള്ള മനസ്സ് എന്നുള്ളതാണ്. And we find that it is chapter 4 mentions about a satisfied mind or a content mind. സംതൃപ്തമായിരുന്ന മനസ്സ്, It's about a content mind which is mentioned here. അതിന് ഒരു പ്രബോധനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. And also there is an exhortation mentioned here. 8-ാം വാക്യമാണ്. Verse 8. അവിടെ പറയുന്ന ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. We read like this: finally, brethren, whatever things are true, whatever things are noble, whatever things are just, whatever things are pure, whatever things are lovely, whatever things are of good report, if there is any virtue and if there is anything praiseworthy, meditate on these things. ഇവിടെ പറയുന്ന ഈ എല്ലാ കാര്യങ്ങളും സ്വർഗീയമായതാണ്. And all things mentioned here are heavenly. ഉയരത്തിലെ വിഷയങ്ങളാണ്. And these are things which are of താഴത്തെ ഭൂമിയിലെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. these are not things of the earth which are mentioned. അതാണ് ഒന്നാമത് പറയുന്നത്. That is the first thing which is mentioned here. രണ്ടാമത് പറയുന്നു, Secondly, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കും. and what you have learned and received and heard and saw in me, these do. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് ഇരിക്കും. And the God of peace will be with you. സംതൃപ്തിയുള്ള മനസ്സിന്റെ ആദ്യത്തെ അടയാളമാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന സമാധാനം. The trait of a satisfied or a content mind is that the peace is there in us. രണ്ട് നിലയിലുള്ള സമാധാനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. There are two kinds of peace that we enjoy. ഒന്ന് ദൈവത്തോട് പ്രാപിച്ച സമാധാനം. The first thing is of a peace which you have received from God. റോമർ 5:1. Romans 5 verse 1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം. And we have the peace which is derived from God. രണ്ടാമത്തെ ദൈവ സമാധാനമാണ്. And the second is about the peace from God. അതാണ് അതിനെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം എന്ന് പൗലോസ് പറയുന്നു. And it means that this is the peace which surpasses all understanding. 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Verse 10 onward as we read, പൗലോസ് തന്റെ ജീവിത സാഹചര്യത്തെ കുറിച്ച് പറയുകയാണ്. and he mentions about the state of his life. I have learned to be content with whatsoever the situation I am. അതായത് ഞാൻ എല്ലാ നിലയിലും ആയിരിക്കുന്ന ഏത് അവസ്ഥയിലും അലംഭാവത്തോടെ ഞാൻ പഠിച്ചിട്ടുണ്ട്. We read like this: not that I speak in regard to need, for I have learned in whatever state I am. കുറേ വിശദീകരണം പറയുന്നു. There are many explanations mentioned here. ദാരിദ്ര്യത്തിൽ നിൽപ്പാനും താഴ്ചയിൽ നിൽപ്പാനും സമൃദ്ധിയിൽ നിൽപ്പാനും എനിക്കറിയാം. And he is telling that in all things I have learned to be hungry, to be both. പൗലോസിന്റെ ജീവിത സാഹചര്യങ്ങൾ സമ്പൂർണമായി മാറിയിരിക്കുകയാണ്. And we find here that his life has been completely changed. താൻ ചങ്ങലകളാൽ ബന്ധിതനായി ഈ റോമൻ കാരാഗൃഹത്തിൽ കഴിയുകയാണ്. And we find that he is bound in chains and dwelling in the prison. തന്റെ സ്വാതന്ത്ര്യം മുഴുവനായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. His freedom has been lost completely. അദ്ദേഹത്തിന് നിത്യവൃത്തിക്കുള്ള വക പോലും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. And even for his daily needs, there are no fulfillment is there. സകലതും പ്രതികൂലം എന്ന് പറയുന്ന സ്ഥിതി. And everything is in a state of dire. ഇവിടെ പൗലോസ് ഒരു സംതൃപ്തിയുള്ള മനസ്സിന്റെ ഒരു മർമ്മം പറയുക. But here he is mentioning the mystery of the ദൈവസനയിൽ സ്ഥിരപ്രതിഷ്ഠയുള്ള ഒരു ദൈവവേദന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാം. And we here says that there might be changes in the environment or circumstances of a child of God. എന്നാൽ ജീവിതത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഒരിക്കലും മാറ്റം വരാൻ കഴിയില്ല. But there cannot be anything changing your ഞാൻ ഇങ്ങനെ പറയാം, circumstances in the life of Christian can be changed, but the commitment cannot. ജീവിത സാഹചര്യങ്ങൾ മാറാം, പ്രതിഷ്ഠയ്ക്ക് മാറ്റം വരാൻ പാടില്ല. Yeah, circumstances can change, but the അതേ പറയാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. And he says that I can do all things through Christ who strengthens me. ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ ഇതിന്റെ പര്യവസാനത്തിലേക്ക്. അദ്ദേഹം പറയുകയാണ്, ഫിലിപ്പിയിലെ സഭ എപ്പഫ്രോദോസിന്റെ കയ്യിൽ ഒരു കൂട്ടായ്മ തന്റെ റോമൻ കാരാഗൃഹത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ചു. And here we find that the saints in Philippians have given a certain fellowship for his needs and while he is in സുവിശേഷ ഘോഷത്തിന്റെ ആരംഭത്തിൽ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ഈ സഭ തന്റെ ആവശ്യങ്ങൾ സഹായം ചെയ്തു എന്ന് അപ്പോസ്തലൻ പറയുന്നു. And here he says that till the time he departed from the place of Macedonia, they have been helping him. ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾ കരുതുന്ന സഭയായിരുന്നു ഫിലിപ്പിയിലെ സഭ. We find here that this was a church who used to help out the saints of God. 18-ാം വാക്യത്തിൽ വരുമ്പോൾ അതിങ്ങനെ പറയുകയാണ്, Verse 18.
ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. And he says that I am full. സമൃദ്ധിയായും ഇരിക്കുന്നു. And he says that I am content. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായി യാഗവുമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതികരിച്ച് തൃപ്തനായിരിക്കുന്നു. And he says like this, that I am full, having received from Epaphroditus the things which you sent, a sweet smelling aroma and acceptable sacrifice. നിങ്ങൾ അയച്ചു തന്ന വക കൊണ്ട് ലിൻഡൽ വരെ ആയിട്ടുണ്ട്. ഇനിയും ഇത്ര ലക്ഷം കൂടെ വേണമെന്നല്ല പറയുന്നത്. He doesn't say that this is little only what you have given and you need to send more. I am contented. ഞാൻ സംതൃപ്തനായിരിക്കുന്നു. He says that I am content. ഇത് പറയുന്ന സമയത്ത് എന്തൊക്കെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അറിയാമോ? And do you know what all is there with him at the time of തിമോഥെയോസിന്റെ 2-ാം ലേഖനം. And let's go to 2 Timothy. മാർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ. He says that Mark is very useful to me. കഴിയുമെങ്കിൽ ശീതകാലത്തിന് മുമ്പേ അവൻ എന്റെ അടുക്കൽ വരുവാൻ അവനെ ഉത്സാഹിപ്പിക്കും. And he says that to exhort Mark to come to him very quickly. അവൻ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ വീട്ടിൽ വെച്ചേച്ചു പോയ എന്റെ ചർമ്മലീതകളും പുതപ്പും കൂടെ കൊണ്ടുവരുവാൻ അവനെ ഓർപ്പിക്കും. And he says that while he comes to me, that to bring those things which are left back at Troas, like കാര്യത്തിൽ വായിക്കാനുള്ള തന്റെ ചർമ്മലീതം തന്റെ കയ്യിലില്ല. all his scriptures which are there, which is written, is not available with him. തണുപ്പിനെ പുതയ്ക്കുവാൻ ഉള്ള പുതപ്പും ത്രോവാസിൽ വെച്ചിട്ടാ പോകുന്നത്, അതും കയ്യിലില്ല. And while in coldness, the blanket which is there, that also. ഒരളവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. In short, you can say that nothing is with him. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ സമൃദ്ധിയായും ഇരിക്കുന്നു. But he says that I am content and I am full. നിങ്ങൾ എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ കൊടുത്തയച്ച ആ വഴിപാട് സൗരഭ്യവാസനയായ വഴിപാടായി സ്വീകരിച്ച് ഞാൻ സംതൃപ്തനായിരിക്കുന്നു. And he says like this, that the thing which you what you have sent through Epaphroditus, I have received it, I am full. അദ്ദേഹം പറയാണ്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു. And he says like this, my God shall supply all your needs according to his riches in glory by Christ Jesus. 40 വർഷക്കാലത്തെ എന്റെ ആത്മീക ശുശ്രൂഷയിൽ സുവിശേഷ വരെയും എന്നെ ധൈര്യപ്പെടുത്തിയ പ്രസ്താവനയാ പൗലോസിന്റെ വാക്ക്. And in my 40 years of gospel work, this is what it has encouraged me. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, ഞാൻ സംതൃപ്തനായും ഇരിക്കുന്നു. And today I have everything and I am content. 1-ാം അധ്യായത്തിലെ വിഷയം ഏകമനസ്സ്. The first topic is in chapter 1 is of a single mind. സുവിശേഷത്തിന്റെ കൂട്ടായ്മ, the fellowship of the gospel, സുവിശേഷത്തിന്റെ അഭിവൃദ്ധി, the furtherance of the gospel, സുവിശേഷത്തിന്റെ പോരാട്ടം. and also the fight for the gospel. 2-ാം അധ്യായത്തിലെ വിഷയം സമർപ്പണ മനസ്സ്. And second thing in second chapter is of a submissive mind. സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായ 4 ദൃഷ്ടാന്തങ്ങൾ. And 4 examples of a submissive mind. വിശ്വാസനായകനായ ക്രിസ്തു. The first one is of Jesus Christ. ക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റിയ അപ്പോസ്തലനായ പൗലോസ്. And Paul, who set Christ as his example. മകൻ അപ്പന് ശുശ്രൂഷ ചെയ്യുന്ന പോലെ സ്വന്തം കാര്യം നോക്കാതെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച തിമോഥെയോസ്. And Timotheus, who labored just as a son for his father. പൗലോസിന്റെ സഹബദ്ധനായ എപ്പഫ്രോസ്. And Epaphroditus, who was his co-worker. 3-ാം അധ്യായം ആത്മീയ മനസ്സിലേക്ക് വിരലിടുന്നു. In chapter 3, we find of a spiritual mind. ആരാണ് ആത്മീയ മനസ്സുള്ളവർ? Who is one who has a spiritual mind? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നത്. He is one who worships God in the spirit. കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ. He is one who rejoices with Christ Jesus. ഒരു നിലയിലും ജഡത്തിൽ ആശ്രയിക്കാത്ത. And he is one who does not have confidence in flesh. 4-ാം അധ്യായത്തിൽ സംതൃപ്തിയുള്ള മനസ്സ്. And in the fourth aspect is of a content mind. പുതയ്ക്കാനുള്ള പുതപ്പ് പോലും കയ്യില്ലാത്ത സമയത്തും എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തുവരും എന്ന സംതൃപ്തിപ്പെടുന്ന മനസ്സ്. And he is one who has a content mind even in times of coldness, who does not have blanket. He says that my God ഞാൻ will നിങ്ങൾ supply according to ഏക your needs. മനസ്സുള്ളവരായി ജീവിക്കുന്നു എങ്കിൽ, And if we live with a singleness of mind, ക്രിസ്തുയേശുള്ള ഭാവം നമുക്കുണ്ടെങ്കിൽ, if we have that same mind of Christ, നാം ഏക മനസ്സുള്ളവരായി, we will live like with single mindedness. സമർപ്പണ മനസ്സുള്ളവരായി, We will live with a submissive mind, ആത്മീയ മനസ്സുള്ളവരായി, and we'll with a spiritual mind, ആത്യന്തികമായി സംതൃപ്തിയുള്ള മനസ്സുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. and also we'll live with a content mind. നമുക്ക് നമ്മിലേക്ക് തന്നെ നോക്കാം. Let us look into our own self. ഫിലിപ്പിയ ലേഖനത്തിലെ ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നുണ്ടോ ഇല്ലയോ എന്ന്.
let us look that whether these practical traits mentioned in the book of Philippians are they applicable in our life. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. May the Lord bless each one of us. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് സന്ധ്യാസമയത്തും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം നമുക്ക് ശ്രവിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ അനുവദിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രിയ സഹോദരനെ നമ്മുടെ മധ്യ അയക്കുകയും നമുക്ക് ആവശ്യമായ ചിന്തകൾ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും നമുക്ക് വിഭാഗിച്ചു തരുവാൻ തക്കോണം പ്രിയദാസന്മാരെ ദൈവം എടുത്തുപയോഗിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ 4 അധ്യായത്തിൽ നിന്ന് 4 പ്രത്യേകതരമായിട്ടുള്ള ചിന്തകൾ നമുക്ക് പ്രിയദാസനോട് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന നാളുകളിലെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏതെല്ലാം നിലയിലാണ് ഫിലിപ്പിയിലുള്ള വിശ്വാസികളും അല്ലെങ്കിൽ ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ ഏത് നിലയിലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉള്ള ഓട്ടം ഏത് നിലയിലായിരുന്നു, അതിന്റെ അനുഗ്രഹം ഏത് നിലയിലായിരുന്നു എന്നുള്ളത് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ഏക മനസ്സ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള ഏക മനസ്സ് അതിന്റെ പ്രാധാന്യം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. സമർപ്പണ മനസ്സ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉദാഹരണം, പൗലോസിന്റെ ഉദാഹരണം, തിമോഥെയോസും എപ്പഫ്രദീത്തോസിന്റെയും ഉദാഹരണങ്ങൾ മൂലം നമുക്ക് ആ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ആത്മീയ മനസ്സ് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. നമുക്ക് ഏത് നിലയിലാണ് നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈ ആത്മാവിൽ നമുക്ക് ഈ നമ്മുടെ രക്ഷകനായ ദൈവത്തെ, നമ്മുടെ വലിയവനായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അത് നമുക്ക് നമ്മളെ തന്നെ ഓർക്കുവാനായിട്ട് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുവാനായിട്ട് കഴിയട്ടെ. കൂടാതെ നമുക്ക് സംതൃപ്തിയുള്ള മനസ്സ് നമ്മുടെ ജീവിതങ്ങളിലുണ്ടോ എന്നുള്ളതും നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏത് നിലയിലും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവസ്ഥ അതിൽ നമുക്ക് തൃപ്തിയുള്ളവരായിട്ട് ജീവിക്കുവാൻ തക്കോണം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ നിലയിൽ നമുക്ക് വരുന്ന നാളുകളിലായിരിക്കാൻ തക്കോണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. വരുന്ന നാളുകളിൽ നമുക്ക് ഈ നാം കേട്ട വചനങ്ങൾ നമുക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണവുമായി തീരുവാൻ തക്കോണം ദൈവം സഹായിക്കട്ടെ. പ്രിയദാസന്മാരെ ഇന്നും ആവശ്യമായ വചനം നൽകി ദൈവം സഹായിച്ചു. അത് പ്രയോജനകരമായി തീരുവാൻ തക്കോണം വരുന്ന ദിവസങ്ങളിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിയദാസനോടുള്ള സഭയോടുള്ള നന്ദി ഈ തരുണത്തിൽ ഓർപ്പിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിലും തന്നെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവകരങ്ങളിൽ ആയിരിക്കാൻ തക്കോണം ദൈവം സഹായിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കും സ്തോത്രത്തിനുമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഓർപ്പിക്കുന്നതാണ്. അതിനുശേഷം പ്രിയ സഹോദരൻ റോബിൻസൺ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതാണ്. നമ്മുടെ പ്രൈസ് മാറ്റേഴ്സ് കഴിഞ്ഞ ആഴ്ച യാത്ര ചെയ്ത നമ്മുടെ പ്രിയ സഹോദരന്മാർക്കൊക്കെയും ആവശ്യമായ യാത്രാക്ഷേമം ദൈവം കൽപ്പിച്ചു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ സഹോദരൻ എബനും കുടുംബവും യാത്ര ചെയ്തു. പ്രിയ സഹോദരൻ റോബിൻ യാത്ര ചെയ്ത് മടങ്ങി ഇവിടെ എത്തുവാൻ തക്കോണം അവിടുന്ന് ദൈവം സഹായിച്ചു. കൂടാതെ പ്രിയ സഹോദരൻ റെനി ക്ഷേമത്തോടെ യാത്ര ചെയ്ത് ലണ്ടനിൽ എത്തുവാൻ തക്കോണം ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരുടെ യാത്രയ്ക്ക് ദൈവം കൊടുത്ത യാത്രാക്ഷേമത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കൂടാതെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള വിഷയങ്ങൾ ഓർപ്പിക്കുകയാണ്.